രാവിലെ അരി അരച്ച് നല്ല സ്പോഞ്ച് പോലുള്ള വട്ടയപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളിത് ഒരു അരമണിക്കൂർ കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. തലേന്ന് അരി കുതിർക്കാൻ മറന്നുപോയി കഴിഞ്ഞാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാൻ 1 കപ്പ് പച്ചരി നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ചോറും 1/4 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ അളവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങേൻ്റെ വൈറ്റ് കളറിലുള്ള ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ വട്ടയപ്പം നല്ല വെള്ള കളറിൽ കിട്ടും. ഇനി ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടി നമുക്കങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കുക. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ അരിക്ക് കണക്കായിട്ട് തന്നെ നിൽക്കണം, ഒരുപാട് അങ്ങ് വെള്ളം കൂടി പോകരുത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് രാത്രിയാണ് ചെയ്യുന്നത്, രാവിലെയാണ് നമ്മൾ അരി അരച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെക്കാം, എന്നിട്ട് നമുക്ക് രാവിലെ ഒന്ന് നോക്കാം. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ അരിയും അതുപോലെ നമ്മൾ ആ ചോറും തേങ്ങയും ഒക്കെ ഈസ്റ്റുമായിട്ടൊന്ന് ആക്റ്റീവായിട്ട് നല്ല പോലെ ഒന്ന് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ടാകും. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തലേന്ന് അരി കുതിർക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫെർമെൻ്റായി വരും. അപ്പോൾ നമ്മളിതൊരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പിൻ്റെയൊക്കെ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അല്ലെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ മാവ് അങ്ങ് ഒരുപാട് അങ്ങ് കുത്തിയിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതാ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. പാത്രത്തിൽ എണ്ണ പുരട്ടിയിട്ട് നമുക്കിതൊന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രാവിലെ അരി അരച്ചിട്ട് വെറും അരമണിക്കൂർ കൊണ്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ മറക്കല്ലേ, നല്ല അടിപൊളി റെസിപ്പിയാണ്.